കൊച്ചിയിൽ പോർട്ടിന്റെ പൂട്ടിയിട്ട ക്വാർട്ടേഴ്സിൽ അവിടുത്തെ തീറ്റ കിട്ടാതെ 20 ദിവസമായി കിളികളും മീനുകളും കഴിയുകയാണ്. കഴിഞ്ഞ മാസം 17-ാം തീയതി മുതൽ ക്വാർട്ടേഴ്സ് അടഞ്ഞു കിടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ക്വാർട്ടേഴ്സ് അടഞ്ഞു കിടക്കുന്നു. അവിടെ ഭക്ഷണമില്ലാതെ വളർത്തുമീൻ അല്ലേ പ്രേക്ഷകർക്ക് കാണാം. അത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 17-ാം തീയതി മുതൽ ഈ ക്വാർട്ടേഴ്സിനുള്ളിൽ വളർത്തുന്ന ഈ കിളികൾക്കും മീനുകൾക്കും ഭക്ഷണമില്ല. SPCA പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയായില്ല. കൊച്ചി തുറമുഖ അധികൃതരാണ് ക്വാർട്ടേഴ്സ് അടച്ചുപൂട്ടിപ്പോയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ലിബി സജീന്ദ്രനുണ്ട്. ലിബി സജീന്ദ്രൻ ആരോട് പറയും അല്ലേ? ആരോട് പറയും? ആരുണ്ട് ഇവർക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ? നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യും. ഇതിപ്പോൾ അടച്ചുപൂട്ടി ഈ കിളികളെയും അതേപോലെ ഈ മീനിനെയും ഇട്ടിട്ട് ഇവരങ്ങ് പോയി. തിരിച്ചു വന്നവർക്ക് ഇത് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമൊന്നും ഏർപ്പാടാക്കാതെ പോയതാണോ? എന്താണ് സംഭവിച്ചത്? 10-20 ദിവസമായി. ഇനിയിപ്പോൾ അധിക ദിവസം ഇവർ ഇത് ജീവനോടെ തുടരില്ല. ഭക്ഷണമില്ലല്ലോ. ഡോക്ടറും കൃത്യം 20 ദിവസമായി. നോക്കൂ, കൊച്ചിൻ പോർട്ട് 17/7/2026 വന്ന് ഇവിടെ ഈ ക്വാർട്ടേഴ്സിന്റെ കൊച്ചിൻ പോർട്ടിന്റെ ക്വാർട്ടേഴ്സാണ് ജീവനക്കാർ താമസിക്കുന്ന. ഈ ക്വാർട്ടേഴ്സിൽ വീട്ടുകാരുടെ പൂട്ടിത്, അതിനു മേലെ അവർ വീട് പൂട്ടി പുറത്തു പോയപ്പോൾ പോർട്ട് അധികൃതർ വന്ന് അതിന് മേലെ ഒരു പൂട്ടിയതാണ്. ഈ ജനാലയിലൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇതിനകത്തെ ദൃശ്യങ്ങൾ കാണുമായിരുന്നു. നമ്മൾ ഇതിനകത്തുകൂടിയാണ് നേരത്തെ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. ഈ വീട്ട് ഉപകരണങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്നു. അതിനൊപ്പമാണ് ഇത്രയധികം കിളികളും ഈ മത്സ്യങ്ങളും ഇവിടെ കിടക്കുന്നത്. ഈ കിളികളെല്ലാം കഴിഞ്ഞ 20 ദിവസമായി തീറ്റയോ വെള്ളമോ ലഭിക്കാതെ കഴിയുന്നു. മത്സ്യങ്ങളും അങ്ങനെ തന്നെ തീറ്റ കിട്ടാതെ കഴിയുന്നു. ഇതിൽ ഏറ്റവും ഒരു ക്രൂരമായ കാര്യം, ഇതിന്റെ ഒരു പോർട്ടിന്റെ ഭാഗം കൂടി നമ്മൾ തേടി. പോർട്ട് പറയുന്നത് ഇവർ അയൽക്കാരുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നു. അതേ തുടർന്ന് ഈ വീട്ടുകാരോട് ക്രെയിൻ ഓപ്പറേറ്ററായ തിരുവല്ല സ്വദേശി ബിജിയും ഭാര്യയും താമസിക്കുന്ന ക്വാർട്ടേഴ്സാണിത്. ഇവരോട് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞു. അവർക്ക് മറ്റ് താമസ സൗകര്യമില്ലാത്തതുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറിയില്ല. അപ്പോൾ പോർട്ട് അധികൃതർ വന്ന് ഇത്തരത്തിൽ ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയി. അവർ ഈ നമ്മൾ നോക്കിയതുപോലെ ഈ ജനലിന്റെ അകത്തേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആ കിളികളെയും മത്സ്യങ്ങളെയും കാണുമായിരുന്നു. അവരതൊന്നും ചെയ്തില്ല, പോയി. എന്നിട്ടും അവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയുന്ന സംഘടനയായ SPCAയുടെ ചുമതലക്കാരനാണ് ശ്രീ സുബ്രഹ്മണ്യൻ. അദ്ദേഹമാണ് ഇപ്പോൾ പരാതി ഇവിടെ ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇതറിഞ്ഞത്? ഇവിടെ താമസക്കാരായ ബിജിയും വൈഫും അവർ നമ്മളെ അറിയിക്കുകയുണ്ടായി. ഞങ്ങളുടെ വസ്തുവകൾ ഇതിനകത്ത് വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞങ്ങൾ വളർത്തിയിരുന്ന കിളികളും പൂച്ച പിന്നെ ഫിഷ് ഇതെല്ലാം അലങ്കാര മത്സ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ വന്നതാണ്. നമ്മൾ വന്നിട്ട് ഉടനടി തന്നെ നമ്മൾ ആദ്യം കൊച്ചുപോർട്ടിന്റെ അധികൃതരായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ അവർ തിരിച്ചവർ അതിന് പ്രതികരിക്കാൻ എന്ത് കേസാണെന്ന് എന്തുകൊണ്ടാണ് ഇവരോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞത്? അവർ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പരാതി അയൽവക്കത്ത് ആരോ കൊടുത്തു എന്നുകൊണ്ട് കൊച്ചുപോർട്ട് അധികൃതർ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും പൂച്ച അവരുടെ ജനൽ വഴി പോകുന്ന കണ്ടു. അതിന്റെ പേരിൽ അവരോട് ഒഴിയാണ്. ഡോക്ടറും ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇതിന്റെ കേസിന്റെ നിജസ്ഥിതി എന്താണെന്ന് പോർട്ട് തന്നെ വ്യക്തമാക്കണം. പോർട്ട് നമ്മളോട് ഇപ്പോൾ ഇതേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ഭാഗം അവർ പറയട്ടെ. ഇങ്ങനെ പൂച്ച വന്ന് കയറി പൂച്ച അയൽപക്കക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ഈ പ്രശ്നമെങ്കിൽ നോക്കുക, അടുത്ത ക്വാർട്ടേഴ്സുകളെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. ഇവിടെ എവിടെയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പൂട്ടിക്കിടക്കുന്ന ക്വാർട്ടേഴ്സുകളാണ്. ഇവരിവിടെ ഇപ്പൊ നമ്മൾ നിന്ന സമയത്ത് ഒരു പൂച്ച വന്ന് അകത്തേക്ക് കയറുന്നത് കണ്ടു. പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ പൂച്ച അടുത്തുള്ള ക്വാർട്ടേഴ്സിന് മുന്നിൽ മലമൂത്ര വിസർജനം നടത്തുന്നു എന്നതാണ് കാരണമെങ്കിൽ അത് നമ്മൾക്ക് ഇവിടെ നിന്ന് അത്രത്തോളം കാണാൻ കഴിയുന്നില്ല. മറ്റേതെങ്കിലും കേസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് പോർട്ട് തന്നെ പറയട്ടെ. അതെന്ത് തന്നെയായാലും 20 ദിവസമായി അതിനകത്ത് എന്തുണ്ട് എന്ന് നോക്കാതെ ഏതെങ്കിലും ഏത് വീട്ടിലും ചിലപ്പോൾ പൂച്ചയോ മത്സ്യങ്ങളോ ഇതുപോലുള്ള കിളികളോ ഒക്കെ കാണാമല്ലോ. അതൊന്ന് ജനാലകൾ രണ്ടും തുറന്നു കിടക്കുകയായിരുന്നു. അത് ഒന്ന് തുറന്ന് നോക്കാതെയാണ് ഇത്തരത്തിൽ താഴിട്ട് പൂട്ടിയത്. എന്നിട്ട് നിങ്ങൾ ഈ കാര്യം പോലീസിൽ അറിയിച്ചു. എന്നിട്ട് പോലീസിൽ ചെന്ന് ഐലൻഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഐലൻഡ് പോലീസ് അവരെ അഡ്മിൻ വിഭാഗത്തിന് വിളിച്ചു. കൊച്ചിൻ പോർട്ടിന്റെ അവർ വരാൻ തയ്യാറായില്ല. ഞങ്ങൾ നേരിട്ട് പോയി അവരെ വിളിച്ചോണ്ട് വന്നു. വന്നിട്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ താമസക്കാരായ ആൾക്കാരും വന്നു. അവരോട് തുറന്നു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ജീവജാലങ്ങളെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അവർ തുറന്നു തരാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഏതാണ്ട് 3 മണിക്കൂറോളം ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അവർ തുറന്നു തരാൻ തയ്യാറായില്ല. അവർ ഒരുപാട് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. പോലീസും ആവശ്യപ്പെട്ടു, അവർ തുറന്നു തരാൻ തയ്യാറായില്ല. കൊച്ചിൻ പോർട്ട് അധികൃതർ തയ്യാറായില്ല. അതിനുള്ളിലുള്ള എന്തൊക്കെ ജീവികളാണ് ലഭ്യമുള്ളത്? ഇതിനുള്ളിൽ 6ഓളം കോക്ടെയിൽ ലവ് ബേർഡ്സ്, അങ്ങനെ 6ഓളം പക്ഷികളുണ്ട്. 6 പക്ഷിയുണ്ട്. പിന്നെ ഈ അലങ്കാര മത്സ്യങ്ങളുണ്ട്. ഈ പക്ഷികൾക്കൊന്നും
ഇതിന് ഇത്രയും ദിവസമായിട്ട് യാതൊരു ഭക്ഷണവും കിട്ടിയില്ല. അതുങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് കയറി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം അതുങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതുങ്ങളെ വിസർജ്യം തന്നെ എടുത്ത് കൊത്തി കഴിക്കേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ദിവസമായിട്ട് അതിന് ജീവൻ നിലനിർത്താൻ പറ്റിയത്. ഏറ്റവും ക്രൂവൽറ്റിയാണ് കാണിച്ചത്, ഏറ്റവും ഹീനമായ ക്രൂവൽറ്റിയാണ് കഷ്ടമാണ് നബി. പോലീസ് പറയുന്നു, ഇത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ പറയുന്നു. പിന്നെ എന്താണ് കൊച്ചിൻ പോർട്ടിലെ അധികൃതർക്ക് ഇതൊന്ന് തുറന്നു കൊടുത്ത് ഈ സാധനങ്ങൾ അവർ എടുത്തുകൊണ്ട് പോകാമെന്ന് അവർ തന്നെ പറയല്ലേ? പിന്നെ എന്തിനാണ് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് ഇതിനകത്ത് ഇവർ സാങ്കേതിക ന്യായം പറയുന്നത്? നമ്മൾ പോർട്ടുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ ലേബി? ഡോക്ടർ അരുൺ, തീർച്ചയായും ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊച്ചിൻ പോർട്ട് അധികൃതരെ PRO ഇത് അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ലഭിച്ച വിശദീകരണം ഇതാണ്: ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത് പൂട്ടിയിട്ടു എന്ന് മാത്രമാണ്. ഏത് കേസുമാവട്ടെ, ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ വീട്ടുടമസ്ഥരാണ് ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് പൂച്ചയെ വളർത്തുന്നത് അയൽക്കാർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു, അവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന കാരണം പറഞ്ഞിട്ടാണ് ഇവരോട് മാറിക്കൊടുക്കാൻ പറഞ്ഞത്. മാറിക്കൊടുക്കാൻ പറഞ്ഞു എങ്കിൽ പോലും മറ്റൊരു താമസ സൗകര്യം ഏർപ്പാടാക്കിയില്ല എന്നും അവർ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെയാണ് എങ്കിൽ പോലും, ഇനി അതല്ല മറ്റേതെങ്കിലും കേസുണ്ട് എന്നിരിക്കട്ടെ, അത് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ പോലും എന്ത് തന്നെയാണെങ്കിലും അതവർക്ക് ആ പൂട്ട് അവർക്ക് തുറക്കാവുന്നതേ ഉള്ളൂ. തുറന്നിട്ട് ഈ പറയുന്ന ജീവനക്കാർ ആരാണോ താമസിച്ചിരുന്നത് അവരെ കൊണ്ട്, ആ ജീവനക്കാരെ കൊണ്ട് ആ താഴും കൂടി തുറന്ന് അതിനുള്ളിലേക്ക് കയറി അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ലവ് ബേർഡ്സ് അടക്കമുണ്ട്, മീനുകളുണ്ട് എന്നുള്ളതാണ്. ക്രൂവൽറ്റിയാണ്. ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ അധികാരികളോടാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ആ ക്വാർട്ടേഴ്സ് ഒന്ന് തുറന്നു കൊടുക്കുക, അതിനകത്തുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. 2 താക്കോലിട്ടാണ് പൂട്ടിയിരിക്കുന്നത്. ഒന്ന് ക്വാർട്ടേഴ്സിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമ, അവിടെ താമസിച്ചിരുന്ന ടെനന്റ് പൂട്ടിയത്. അതിന് പുറത്താണ് കൊച്ചിൻ പോർട്ട് അതോറിറ്റി കൊണ്ട് നിങ്ങൾ മറ്റൊരു താക്കോലിട്ട് പൂട്ടിയിരിക്കുന്നത്. നിങ്ങളത് തുറന്നു കൊടുക്കുക. അവരാ ജീവികളെ കൊണ്ട് പോകാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലവ് ബേർഡ്സിനെ അടക്കം കൊലയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. മനുഷ്യാവകാശം പോലെ തന്നെ ജീവജാലങ്ങൾക്കും അവകാശമുണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഈ താക്കോലൊന്ന് തുറന്നു കൊടുത്താൽ മതി, ഈ പൂട്ടൊന്ന് തുറന്നു കൊടുത്താൽ മതി. അതിനുള്ളിൽ ഉള്ള ബേർഡ്സിനെ എടുത്തുകൊണ്ട് അവർ പൊക്കോളും. അവിടെ താമസിച്ചിരുന്ന ആളുകൾ പൊക്കോളും. അവർ നിങ്ങൾ ജീവനക്കാർ തന്നെയല്ലേ? ഇത് വളരെ മോശമാണ് പോർട്ട് ട്രസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ അധികാരികളോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് അവിടേക്ക് എത്തുക. അതിനുശേഷം ഈ താക്കോൽ ഉപയോഗിച്ച് അത് തുറന്നു കൊടുക്കുക. അത് സാധനങ്ങൾ അവരെടുത്തുകൊണ്ട് പോകട്ടെ. ആ ജീവജാലങ്ങളെ അവിടെ താമസിച്ചിരുന്ന ആളുകൾ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റിക്കൊള്ളാമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ അത് അവിടെ ലവ് ബേർഡ്സിനും ഈ മീനിനും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. അത് ഒരു കാരണവശാലും അതല്ലെങ്കിൽ ഒരു ശരിയായ രീതിയല്ല. നമുക്ക് എന്തായാലും ഈ വാർത്ത ഫോളോ അപ്പ് ചെയ്യണം ലേബി. പോലീസ് സ്റ്റേഷനിലേക്കും കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഓഫീസിലേക്കും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. അവരെ ഒരിക്കൽ കൂടി ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് ഒന്ന് തുറന്നു കൊടുത്താൽ ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിലനിർത്താനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ്. ഈ 20 ദിവസമായി ഇനി ആ ലവ് ബേർഡ്സ് ഒക്കെ ജീവനോടുണ്ടോ എന്തോ നമുക്കതറിയില്ല എന്നുള്ളതാണ്. സാങ്കേതികത്വം പറഞ്ഞിരിക്കാനാണെങ്കിൽ എത്രയോ വഴികളുണ്ട്. അത് തുറന്നു കൊടുക്കലല്ലേ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്.